നമസ്കാരം. ഞാൻ പി.കെ. രമേശൻ. അപ്പോൾ ഇന്ന് അഷ്ടമി രോഹിണിയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകുന്നു, എന്ത് സംഭവിക്കാൻ പോകുന്നു നമുക്കൊന്ന് നോക്കാം. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി പ്രകാരം ഇന്ന് നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ മാറുകയും നാളെയും 2 ദിവസം കഴിയുമ്പോൾ ആദിത്യൻ മാറുന്നു, പിന്നെ ചൊവ്വ മാറുന്നു, അടുത്ത മാസം വ്യാഴം മാറുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു, എന്തെല്ലാം സൗഭാഗ്യങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ച് നോക്കുക. എന്നാൽ ഇവിടെ പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് ജ്യോതിഷമായിട്ടിരുന്നിട്ടുള്ള കണക്കുകൾ നോക്കിയിരുന്നിട്ടുള്ള നമ്മുടെ തൊഴിലല്ല. എന്നാലും നിങ്ങളുടെ ആ സംശയങ്ങൾ മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പ് കോൾ വിളിക്കേണ്ട, വാട്സപ്പിൽ വിവരം അയച്ചാൽ ഞാനത് പരിശോധിച്ചിട്ട് മറുപടി ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് മുതൽ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഇന്ന് മുതൽ നമ്മുടെ രാശിചക്രം മാറുന്ന രീതി അനുസരിച്ച്, അതായത് നാളെ 15-ാം തീയതി മുതൽ കുബേരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അധിപൻ, സമ്പത്തിൻ്റെ അധിപൻ. അത് ആർക്കൊക്കെ അനുകൂലമായി വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 12 നക്ഷത്രക്കാർ രാജയോഗമായ കുബേര സമ്പത്തിനുടമയാകാൻ പോകുന്ന സമയം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അശ്വതി, ഭരണി, കാർത്തിക പൂർണ്ണമായിട്ടുണ്ട്, മേടക്കുറുവുണ്ട്, ഇടവക്കുറുവുണ്ട്. ഇവർക്ക് ഇന്ന് മുതൽ 21 ദിവസം വൻ സാമ്പത്തിക പുരോഗതി, ഒരു കുതിച്ചുചാട്ടം തന്നെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വൻ പുരോഗതി സാമ്പത്തികം ഉണ്ടാകുന്നതാണ്. എല്ലാവരും ജ്യോതിഷത്തിൽ ഇങ്ങനെ യൂട്യൂബിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു, കുറേ ഇതൊക്കെ പറയുന്നു. നമ്മളതല്ല, കാര്യങ്ങൾ പറയുക. വൻ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ പോകുന്ന 13 നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, ചിത്തിര അരയേ ഉള്ളൂ തുലാക്കൂറിൽപ്പെട്ട, ചോതിയും വിശാഖവും. വൃശ്ചിക രാശിയിലെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം നക്ഷത്രം. മീനരാശിയിലെ ഉത്രട്ടാതിയും രേവതിയും. വൻ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിൻ്റെ സമയം ഇന്നു മുതൽ തുടങ്ങി. ചിലർക്ക് ചില നിരാശകളുണ്ടാകും. നഷ്ടപ്പെട്ടതെല്ലാം ഇങ്ങനെ പോയി പിടിച്ചു. നിങ്ങളൊന്നും കൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. ഇന്ന് മുതൽ ഡിസംബറിനുള്ളിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട സർവ്വസമ്പത്തും ഐശ്വര്യവും നിങ്ങളിലേക്ക് കുതിച്ച് 10 ഇരട്ടിയായി വരുന്നു. വന്നിരിക്കും, ഇത് തീർച്ചയാണ്. അതിന് അനുകൂലമായ നാളെ പുലർച്ചെ മുതൽ ഇതിൻ്റെ ആരംഭം തുടങ്ങിയിരിക്കും. ചിലർക്ക് ചില നിരാശകളും സങ്കടങ്ങളുണ്ട്, മനം മടുത്തു. ഒന്ന്, നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണം നിങ്ങളുടെ മനസ്സാണ്. അടിപറാത്ത ഉറച്ച മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം സ്വാർത്ഥമായി നിങ്ങളുടെ കയ്യിൽ തിരിച്ചെത്തും. ദീർഘവീക്ഷണം പ്രധാനമാണ്. വന്നിരിക്കും വൻ സാമ്പത്തിക കുതിപ്പുമായി നിങ്ങൾ തിരിച്ചു വരും. അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രമാണ്, ഏറ്റവും വലിയ സാമ്പത്തിക കുതിപ്പിലേക്ക് ഉയരാൻ പോകുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം, കാർത്തിക നക്ഷത്രം, മകം നക്ഷത്രം.
തൃക്കേട്ട നക്ഷത്രം, ആയില്യം നക്ഷത്രം, ഉത്രട്ടാതി രേവതി നക്ഷത്രം. ഈ ഡിസംബറിനുള്ളിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നേടുന്ന ഇവരായിരിക്കും. എന്നുവെച്ചാൽ മറ്റ് 27 നക്ഷത്രങ്ങൾ ഇത്രയും നക്ഷത്രങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളെന്ന് പറയുന്നു. താരതമ്യേന ഇന്നു മുതൽ 27 നക്ഷത്രങ്ങളിലും ഏകദേശം മറ്റുള്ള നക്ഷത്രങ്ങൾ ഈ പറഞ്ഞതിൽ ഉപരി ഞാൻ പറയാതിരിക്കുന്ന നക്ഷത്രങ്ങൾക്കൊരു 50% അനുകൂലമുണ്ടാവും, പകുതി. ബാക്കി ഈ 13 നക്ഷത്രങ്ങൾ കുതിച്ചുയരുന്നതാണ്. അതിൽ ഏറ്റവും വലിയ ശക്തമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധി തന്നെ കൈവരിക്കുകയും ചെയ്യും. നിരാശകൾ വെടിയും. പിന്നെ നമ്മുടെ നിരാശയാണ് നമ്മുടെ പരാജയത്തിന് കാരണം ശനിയുടെ വക്രഗതി മാറി മുന്നോട്ട് വരുന്നു. വ്യാഴൻ മാറാൻ പോകുന്നു, ചൊവ്വ മാറാൻ പോകുന്നു, ആദിത്യൻ മാറാൻ പോകുന്നു, ബുധൻ മാറാൻ പോകുന്നു, ശുക്രൻ മാറാൻ പോകുന്നു. ഇതൊക്കെ ഇത്രയും പറഞ്ഞ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർ വൻ സാമ്പത്തിക കുതിച്ചുചാട്ടം തന്നെ കൈവരിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ നിരാശകൾ വെടി. പിന്നെ അവിടെ പോയി ഇന്ന വഴിപാട് ചെയ്യും, ഇന്ന അമ്പലത്തിൽ പോയി ചെയ്തു, ഇതൊന്നും നിങ്ങളുടെ കർമ്മഫലം നിങ്ങളെ തേടിയെത്തിയിരിക്കും. ഇത്രമാത്രം നിങ്ങൾ ചെയ്യുക. അതിരാവിലെ കുളിക്കുക. നിങ്ങൾക്ക് ഒരു തുളസിക്കതിരോ ഒരു പുഷ്പമോ, നിങ്ങളുടെ വീട്ടിലൊരു ദേവനുണ്ടെങ്കിൽ ഒരു തുള്ളി ജലവും ഒരു തുളസിപ്പൂവും പുഷ്പവും ആ ദേവന് സമർപ്പിക്കുക. നിങ്ങളുടെ കുലദേവതയായിരിക്കും. അതിനെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ച് അവരെ സ്മരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. പിന്നെ ശനിയെ പ്രീതിപ്പെടുത്തണം. എന്ത് പൂജ ചെയ്താലും, ആര് പൂജിച്ചാലും, എത്ര മഹാവ്യക്തി പൂജിച്ചാലും കൊള്ളാം, ശനി അതിന് കീഴടങ്ങില്ല. കർമ്മഫലം കൃത്യമായി തരിക തന്നെ ചെയ്യും. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞാൽ ശനി കണ്ടകശനി കാലത്താണ് നമുക്ക് നല്ല സൽഗുണങ്ങൾ ചെയ്ത ഒരു വ്യക്തിക്ക് സൽഗുണങ്ങൾ തന്നെ അത് ലഭിക്കുന്നതാണ്. നമ്മൾ ശനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പരിദൂഷണം പറച്ചിൽ, മറ്റുള്ളവനെ ദ്രോഹിക്കുക, മറ്റുള്ളവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കുക, മറ്റുള്ളവനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക, ഇതൊന്നും ശനിക്ക് ഇഷ്ടമുള്ളതല്ല. നിരാലംബരെ കൈ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക, ദാനം ചെയ്യുക, കാക്കകൾക്ക് അന്നം കൊടുക്കുക, ശനീശ്വരനെ സ്വയം മനസ്സാ വാച കർമ്മണ പൂജിക്കുക. ഓം നമോ ഭഗവതേ, ഈ മന്ത്രം കൃത്യമായി നിങ്ങൾ ഓർത്ത് നിത്യവും രാവിലെ ഭക്തിപൂർവം സൂര്യപുത്രനായ ശനിയെ പ്രാർത്ഥിച്ചാൽ ഗുണം ഉറപ്പാണ്. ഓം നമോ ഭഗവതേ ശനീശ്വരായ, നീരാഞ്ജനം സമാനഭാവം രവിപുത്രം യമഗ്രജം ഛായാന്ത മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം നമോ നമഃ. ഈ മന്ത്രം 3 തവണ അല്ലെങ്കിൽ 8 തവണ കൃത്യമായി അതിരാവിലെ കുളിച്ച് ശനിയെ മനസ്സാൽ പൂജിച്ചാൽ അതിനുശേഷം ഒരു കീറ്റിലെടുക്കുക. അതിനല്പം നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്നതിന് മുമ്പ്, വെച്ചിലല്ല കഴിക്കാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ശനിക്ക് നൽകുക, അതായത് കാക്കക്ക് നൽകുക. എങ്കിൽ ശനി കൃത്യമായി നിങ്ങൾ പ്രസാദിക്കും, ഗുണം തരും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണക്കം.